ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു സൗന്ദര്യ സംരക്ഷണ സീക്രട്ടാണ് കേട്ടോ. ഞാൻ നിങ്ങളോടൊപ്പം ഇത് ഷെയർ ചെയ്യാൻ കാരണം കുറേ നാളുകളായി നമ്മളുടെ യൂട്യൂബ് യിലെ ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരും ഉണ്ടല്ലേ നല്ല നല്ല ഫേസ് പാക്കുകൾ ഇട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ചിലതൊക്കെ ഞാനും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. പക്ഷേ എൻ്റെ ഒരു സീക്രട്ട് പാക്ക് റെസിപ്പി ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തോളം എടുക്കും കേട്ടോ നിങ്ങൾക്ക് ഡിഫറൻസ് കിട്ടാൻ. കുറച്ച് ക്ഷമയും വേണം. ദിവസവും കുളിക്കുന്നതിന് 20 മിനിറ്റ് മുമ്പ് ആ പാക്ക് മുഖത്തിടുകയും ഡ്രൈ ആയതിന് ശേഷം കഴുകി കളയുകയും വേണം കേട്ടോ. മുഖത്തുള്ള ബ്ലാക്ക് സ്പോട്ടുകൾ, കരിമങ്ങല്യം മുതലായവ കുറഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. പക്ഷെ ഒരു മാസം നമ്മൾ ചെയ്യേണ്ടി വരും. അതിനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടാവുകയും വേണം. അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഒരു റിസൾട്ടും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് ശരിക്കും ഇത് ട്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇത് ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഇവിടെ ഒരു ബ്യൂട്ടി സ്പോട്ട് പോലെ ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ട് കണ്ടോ. ഇത് ഒത്തിരി കറുത്തായിട്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുന്നേ ഇരുന്നത്. ഇതിപ്പോൾ ഫെയ്ഡായി വളരെ ലൈറ്റായിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നലെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമുക്ക് എഡബിളായിരിക്കണം. എങ്കിലാണ് നമുക്കത് വർത്തിട്ടും അത് വളരെ ഉപയോഗപ്രദമായിട്ടും ആകാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ യൂസ് ചെയ്യുന്ന ലിക്വറൈസ് പൗഡറാണ് കേട്ടോ. ഇത് ഓർഗാനിക് ലിക്വറൈസ് പൗഡറാണ്. ഇത് ആമസോണിൽ കിട്ടും കേട്ടോ. ഇത് എഡബിളായിട്ടുള്ളതുമാണ്. നമുക്ക് ഫേസ് പാക്ക്, സോപ്പ് മുതലായവ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതുമാണ്. പിന്നെ ഉള്ളത് വൈറ്റമിൻ സി പൗഡർ. ഓൾസോ എഡബിളാണ്. നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റിയതാണ് ഈ വൈറ്റമിൻ സി പൗഡർ. ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ പൗഡർ എടുക്കാം കേട്ടോ. ലിക്വറൈസ് പൗഡർ ഒരു സെറാമിക് ബോളിലിടുക കണ്ടോ. ഇനി നമുക്ക് യോഗട്ട് ഇടാം. അലോവേറ ജെൽ, ഇതെല്ലാം ഒരു 2 ടീസ്പൂണാണ് കേട്ടോ. വൈറ്റമിൻ സി പൗഡർ 1 ടീസ്പൂണേ ഉള്ളൂ. സോക്ഡ് സാഫ്രോൺ, ഇനി നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഒന്ന് പൊട്ടിച്ചെടുക്കാവേ. ആ സാഫ്രോണിൻ്റെ ബിറ്റ്സുകളെല്ലാം നന്നായിട്ട് അങ്ങ് തിരിച്ച് ഇതിലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഹണി വേണം കേട്ടോ. 2 ടീസ്പൂൺ ഓഫ് ഹണി. കൂടുതലുണ്ടാക്കിയെന്ന് പറഞ്ഞ് കഴിക്കാനല്ല കേട്ടോ. ഇനി ഇത് നമുക്ക് എന്താ ചെയ്യാമെന്നറിയാമോ? നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലൊരു കട്ടിയുള്ളൊരു പാക്കാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് ഒരു ദിവസം ഇരിക്കുമ്പോഴുണ്ടല്ലേ ഇതിൻ്റെ കളറ് വ്യത്യാസം വരും. ആ കുങ്കുമപ്പൂവിൻ്റെ കളർ ഇതിലോട്ട് ഇറങ്ങി നല്ലൊരു യെല്ലോ ടോൺ വരും കേട്ടോ. അത് നിങ്ങൾ വിഷമിക്കണ്ടേ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ സ്റ്റോറേജ് ചെയ്യണം അല്ലേ. സ്റ്റോറേജ് ചെയ്യുമ്പോൾ ഒരു കറുത്ത കുപ്പിയോ കറുത്ത ഡപ്പയോ പ്ലാസ്റ്റിക് എടുക്കരുത്. കഴിയുന്നതും സെറാമിക്കിൻ്റെയോ ഗ്ലാസിൻ്റെയോ ഒരു കണ്ടെയ്നർ എടുക്കുക കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന ഇതുപോലത്തെ ഒരു കണ്ടെയ്നറാണ്. കാണാമോ? ഇത് സീ ത്രൂ അല്ല, ഒരു ഡാർക്ക് കളറാണ്. അതിനൊരു നല്ലൊരു അടപ്പമുണ്ട്. ഇത് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് എവിടെയൊക്കെയാണ് ഒരുപാട് ഈ ബ്ലാക്ക് സ്പോട്ട്സുകൾ അതുപോലെയുള്ള ഡിസ്കളറേഷനൊക്കെ ഉള്ളത് എവിടെയാണെന്നൊന്ന് നോക്കി വെക്കുക. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഈ സൈഡിലുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം അതിൻ്റെ കളർ ഒരുപാട്
കുറഞ്ഞിട്ടുണ്ടെന്ന്. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ചെടുത്ത് എവിടെയാണ് കൂടുതലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇതുപോലെ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നന്നായിട്ട് ഒരു റൗണ്ട് ഒരു സർക്കുലർ മോഷനിൽ നമ്മൾ പിടിപ്പിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു പാക്ക് ബ്രഷ് എടുത്ത് 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങളിത് കഴുകിക്കളയണം കേട്ടോ. കഴുകിക്കളഞ്ഞിട്ട് നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്ക് ഇഷ്ടമായി, നിങ്ങളിത് 1 മാസം ട്രൈ ചെയ്തിട്ട് എന്നോടൊപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പാക്ക് ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ നല്ല വ്യത്യാസവും ഉണ്ടാകും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ ബൈ ഫോർ നൗ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ. ബൈ.